നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ, കത്തയക്കൽ സമരവുമായി ഭൂവുടമകൾ രംഗത്ത്. പാചകവാതക വിലവർദ്ധനവിനെതിരെ CPM നടത്തുന്ന നിരാഹാര സമരം രണ്ടാം ദിവസവും തുടരുന്നു. ദേശീയ സ്കൂൾ കായികമേളയിൽ വെള്ളി മെഡൽ നേടിയ VD അഞ്ജലിക്കും പരിശീലകൻ കണ്ണനും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന്റെ അനുമോദനം. കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് ഭക്തജന സഞ്ചയം. ആഘോഷം വെള്ളിയാഴ്ച സമാപിക്കും. വാർത്തകൾ വിശദമായി. ദേശീയപാത 17 ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഹൈവേ അതോറിറ്റി അധികൃതർ മൂന്നാമതും വിജ്ഞാപനം പുറപ്പെടുവിച്ചതിൽ പ്രതിഷേധിച്ച് ഭൂവുടമകൾ പോസ്റ്റ് ഓഫീസുകളിൽ പരാതി സമരം നടത്തി. NH ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇരകൾ സംഘടിച്ചെത്തി പരാതി രജിസ്റ്റർ ചെയ്ത് ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർക്ക് തപാൽ മാർഗം അയക്കുകയായിരുന്നു. വഴിയമ്പലം മുതൽ കൊറ്റംകുളം വരെയുള്ളവർ പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിലും വടക്ക് ഭാഗത്തുള്ളവർ കയ്പമംഗലം പോസ്റ്റ് ഓഫീസിലുമാണ് എത്തിയത്. പെരിഞ്ഞനത്ത് MG ജഗദീഷ് ചന്ദ്രൻ, TB അബ്ദുൽ ഖാദർ, P മുകുന്ദൻ മേനോൻ, C വിശ്വനാഥൻ, PC അർജുനൻ, A സജിൽ മേനോൻ എന്നിവരുടെ നേതൃത്വത്തിലും കയ്പമംഗലത്ത് TM ഹംസ, TM കൊച്ചു മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലും പ്രകടനമായി സമരക്കാർ എത്തുകയായിരുന്നു. ഒബ്ജക്ഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഡെപ്യൂട്ടി കളക്ടർക്ക് രജിസ്റ്റർ ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ പരാതികൾ ശരിക്കും എഴുതി രജിസ്റ്റർ ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അതിൽ അവരെന്താണ് പരാതി നമുക്ക് തരുന്നത്, പരാതിയുടെ റിപ്പോർട്ട് തരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെന്ന് വെച്ചാൽ നല്ലതാവട്ടെ ചീത്തയാവട്ടെ അതിനാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി പോരാ, ഇത്രയും ആൾക്കാർ ഇനി വരാനുണ്ടായിരുന്നു, വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പാചകവാതക വിലവർദ്ധനവിനെതിരെ CPM നടത്തുന്ന നിരാഹാര സമരം രണ്ടാം ദിവസം പൂർത്തിയാകുന്നു. ഓരോ പഞ്ചായത്തുകളിലുമുള്ള നിരാഹാര പന്തലുകളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പേർ എത്തിച്ചേരുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് പ്രകടനങ്ങളും ഉണ്ടായി. ചന്ദ്രാപിന്നിയിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷിനെ കണ്ട് ഐക്യദാർഢ്യം അർപ്പിക്കാനായി കവി C രാവുണ്ണി എത്തി. കല്യാശ്ശേരിയിൽ ടാങ്കർ ലോറി മറിഞ്ഞു കത്തിയപ്പോൾ കേരളത്തിലെ അമ്മമാരുടെ നെഞ്ചാണ് എരിഞ്ഞതെന്നും റേഷൻ കടയിലോ ബാങ്കിലോ പോകാത്ത പ്രധാനമന്ത്രിക്ക് സാധാരണ പൗരന്റെ വേദന അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ, കർഷക തൊഴിലാളികൾ, പട്ടികജാതി ക്ഷേമസമിതി അംഗങ്ങൾ എന്നിവർ ഐക്യദാർഢ്യവുമായെത്തി. CPM നേതാക്കളായ IK വിഷ്ണുദാസ്, KR ഹരി, PK രവി, PV ഗിരിവാസൻ എന്നിവർ പ്രസംഗിച്ചു. നിരാഹാരമനുഷ്ഠിക്കുന്ന പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അവശ്യ നിലയിലായതിനെ തുടർന്ന് മെഡിക്കൽ സംഘം പരിശോധന നടത്തി. കർഷക സംഘം പ്രതിനിധികൾ, പട്ടികജാതി ക്ഷേമസമിതി അംഗങ്ങൾ എന്നിവർ ഐക്യദാർഢ്യവുമായി സമരപന്തലിൽ എത്തി. നേതാക്കളായ VK കബീർ, KF ദിലീപ്, PK ശശിധരൻ, ഗിരിജ രാജു, KK സച്ചിത്, MK സത്യനാഥൻ എന്നിവർ പ്രസംഗിച്ചു. നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാട്ടൂരിൽ DYFI CITU പ്രവർത്തകർ പ്രകടനം നടത്തി. തുടർന്ന് കൂടൽമാണിക്യം ക്ഷേത്രസമിതി മുൻ ചെയർമാൻ തങ്കപ്പൻ മാസ്റ്റർ, KP പ്രേമരാജൻ, KV സജീവൻ, PA ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. റാഞ്ചിയിൽ നടന്ന 59ാമത് ദേശീയ കായികമേളയിൽ കേരളത്തിനു വേണ്ടി വെള്ളി മെഡൽ നേടിയ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി VD അഞ്ജലിക്കും പരിശീലകൻ കണ്ണനും സ്കൂൾ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. TN പ്രതാപൻ MLA സ്വീകരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. വളരെ അഭിമാനവും അതിലേറെ ആഹ്ലാദവും ഉള്ള ഒരു നിമിഷമാണ്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ കേരളത്തിലെ കടലോര ഗ്രാമത്തിലെ ഏറ്റവും കടൽക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്കൂളാണ്. നമ്മൾ ഈ സ്കൂളിനകത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും ഇതിൽ കടന്നു പോകുന്ന ഇളങ്കാറ്റിൽ കടലിന്റെ ഉപ്പുണ്ട്. ഇതിലെ കടന്നു പോകുന്ന ഏത് തരംഗത്തിനും കടലിന്റെ ഒരു സംഗീതമുണ്ട്. ഈ കടലിന്റെ പഞ്ചാര മണ്ണിന്റെയും കടലിന്റെ വിശുദ്ധിയുടെയും കടലിന്റെ ആർദ്രതയുടെയും അതുപോലെ തന്നെ കടലിന്റെ മത്സരബുദ്ധിയുടെയും ഒരു പര്യായമായി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന കാര്യം അഭിമാനത്തോടുകൂടി നമുക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയാം. ഈ വിദ്യാലയം ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്താളുകളിൽ നെറുകയിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ കായിക ഭൂപടത്തിലേക്ക് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന്റെ നാമധേയം കൂടി എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലുള്ള
ഇനി ഇതിനു മുൻപ് നാട്ടിൽ ഗവൺമെന്റ് സ്കൂൾ ഒരുപക്ഷെ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ ജില്ലയിലും സബ് ജില്ലയിലും മികച്ച സ്കൂളുകളിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ ഇനി ഇന്ത്യയുടെ കായിക ഭൂപടം എടുത്താൽ ആ കായിക ഭൂപടത്തിൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടിക എന്ന് കാണാം. അതേത് വെബ്സൈറ്റിൽ പോയാലും കാണും. അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന അടയാളങ്ങളിൽ ഒന്നായി ഈ വിദ്യാലയം മാറുകയാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് KU രഘുരാമൻ പണിക്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മികച്ച പ്രതിഭകൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. നാട്ടിക ഏങ്ങണ്ടിയൂർ മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം പ്രതിനിധികളായ ശശി കുരുമ്പേപ്പാടത്തും PR കറപ്പനും ചേർന്ന് VD അഞ്ജലിക്ക് സ്വർണ്ണപ്പതക്കം സമ്മാനിച്ചു. TSGA ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ, PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ അഞ്ജലിക്ക് ഉപഹാരം നൽകി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫിനു വേണ്ടി KH സാജൻ സ്വർണ്ണപ്പതക്കവും ഹൈസ്കൂൾ വിഭാഗം അധ്യാപകർക്ക് വേണ്ടി പ്രധാനാധ്യാപിക OK സതി ഉപഹാരവും അഞ്ജലിക്ക് സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR വിജയൻ, MV വിമൽകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, അംഗങ്ങളായ MK മോഹനൻ, TK പ്രസാദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CK കുട്ടൻ, KV സുകുമാരൻ, സ്കൂൾ മാതൃസംഗമം പ്രസിഡന്റ് സുനില ശ്രീധരൻ, PTA കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KB ഹംസ, PTA പ്രസിഡന്റ് BK ജനാർദ്ദനൻ, സീനിയർ അധ്യാപിക KK അജിത എന്നിവർ പ്രസംഗിച്ചു. സ്വീകരണത്തിന് VD അഞ്ജലിയും കണ്ണനും നന്ദി പറഞ്ഞു. പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിൽ ചുറ്റമ്പലം, നമസ്കാര മണ്ഡപം, അലങ്കാര മണ്ഡപം എന്നിവയുടെ സമർപ്പണം നടത്തി. സഹസ്ര കലശാഭിഷേകത്തിന് ശേഷം സ്വാമി പ്രകാശാനന്ദയ്ക്കും മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാർക്കും ക്ഷേത്ര കവാടത്തിൽ സ്വീകരണം നൽകി. തുടർന്ന് അഷ്ടബന്ധം ചാർത്തൽ സ്വാമി പ്രകാശാനന്ദ നിർവഹിച്ചു. ശിവഗിരി മഠത്തിലെ N സുഗതൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. പെരുങ്ങോട്ടുകര ക്ഷേത്രം ശാന്തി VC ദാമോദരൻ സഹകാർമ്മികനായി. സ്വാമി ഋതംബരാനന്ദ, സ്വാമി പരാനന്ദ, സ്വാമി സൂക്ഷ്മാനന്ദ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ചുറ്റമ്പല സമർപ്പണം സ്വാമി സൂക്ഷ്മാനന്ദയും, നമസ്കാര മണ്ഡപ സമർപ്പണം നളിനി രാഘവൻ മേനോത്തുപറമ്പിലും, അലങ്കാര ഗോപുരത്തിന്റെ സമർപ്പണം പെരുങ്ങോട്ടുകര ദേവസ്ഥാനം അധിപതി ഉണ്ണി ദാമോദരനും നിർവഹിച്ചു. സമർപ്പണ സമ്മേളനം സ്വാമി സൂക്ഷ്മാനന്ദ ഉദ്ഘാടനം ചെയ്തു. സ്വാമി ഋതംബരാനന്ദ അധ്യക്ഷനായിരുന്നു. ഒരു കവിത പോലെ മനോഹരമായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു. ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ കമ്മിറ്റിയും മറ്റ് പ്രവർത്തകരുമൊക്കെ വളരെ ശ്ലാഘനീയമായ ഒരു കർമ്മമാണ് നടത്തിയിരിക്കുന്നത്. എല്ലാവരെയും അഭിനന്ദനം അറിയിക്കുന്നു. അവരെയൊക്കെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ ആദ്യമേ തന്നെ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രം ഈ നാട്ടുകാരുടെ സമസ്ത മേഖലകളിലും ആത്മീയവും ഭൗതികവും സാംസ്കാരികവുമായ എല്ലാ മേഖലകളിലും നിർണായകമായ സ്വാധീനമായിരുന്നിട്ടുണ്ട്. വരുന്ന ആളുകളിൽ ആ ഒരു സ്വാധീനം കൂടുതൽ ശക്തമാകട്ടെ, കൂടുതൽ അർത്ഥപൂർണമാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഇന്ത്യയുടെ ദേശീയ ദൈവം, ഇന്ത്യയിലെ ഒരുപാട് ദൈവങ്ങളുണ്ട്, അതിൻ്റെ ഒന്നും കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ പോലും നമുക്ക് ലഭ്യമല്ല. എങ്കിലും ഇന്ത്യയുടെ ദേശീയ ദൈവം സാക്ഷാൽ ശിവൻ എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. ഈ ശിവന്റെ ഒരു മഹത്വം ഗുരുദേവനും വളരെയധികം പ്രകടമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാമി വിവേകാനന്ദനും ഗുരുദേവനും ഒക്കെ അംഗീകരിക്കണമെങ്കിൽ ഒരുപാട് നിരവധി ദൈവങ്ങളുണ്ടെങ്കിലും ദേശീയ ദൈവം ശിവനാണെന്നാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. തൃപ്രയാർ റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതി, വലപ്പാട് ജനമൈത്രി പോലീസ്, ഹൈവേ പോലീസ്, സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ഹെൽമറ്റ് ധരിച്ച ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്കും സീറ്റ് ബെൽറ്റ് ധരിച്ച് വാഹനം ഓടിക്കുന്നവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ KT സലിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായിരുന്നു. വലപ്പാട് SI KG ആന്റണി, ഹൈവേ പോലീസ് SI അജയ്കുമാർ, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോർഡിനേറ്റർ PK അലി, ES വസന്തകുമാർ എന്നിവർ പ്രസംഗിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്
വലപ്പാട് ലോക്കൽ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വലപ്പാട് ഉപജില്ലാതല കബ് ബുൾബുൾ ഉത്സവം വാടാനപ്പള്ളി RCUP സ്കൂളിൽ സംഘടിപ്പിച്ചു. മണലൂർ MLA PA മാധവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കബ് ബുൾബുൾ റാലി വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ KT സലിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ സൗജന്യ യൂണിഫോം വിതരണം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ T ജയരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുചിത്ര രാധാകൃഷ്ണൻ, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EB ഉണ്ണികൃഷ്ണൻ, സ്കൂളിലെ പ്രധാനാധ്യാപകൻ OJ ഷാജൻ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുചിത്ര മുഹമ്മദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുചിത്ര നൌഷാദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി J രമാദേവി, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ CB സുനിൽകുമാർ, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ സെക്രട്ടറി ശ്രീ CP ജലീൽ, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ ഫോർ ഗൈഡ്സ് ശ്രീമതി TC ശാന്ത, വാടാനപ്പള്ളി RCUP സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ OJ ഷാജൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ സംസാരിക്കുന്നു. നന്ദി പറയുന്നത് വലപ്പാട് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ KL മനോഹർ അവർകളാണ്. പ്രിയമുള്ളവരെ, കുട്ടികൾ നിരക്കുന്ന കപ്പോൾ കുട്ടികൾ നിരക്കുന്ന റാലി ഇതുവഴി കടന്നു വരികയാണ്. ബഹുമാന്യനായ വലപ്പാട് ഇൻസ്പെക്ടർ ശ്രീ സലിൽകുമാർ ഫ്ലാഗ് ചെയ്ത റാലി ഇതുവഴി കടന്നു വരികയാണ്. തീരദേശ ജനങ്ങളുടെ ചിരകാലാഭിലാഷമായ മിനി ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്ന് കോൺഗ്രസ് കയ്പമംഗലം പഞ്ചായത്ത് 19ാം വാർഡ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കയ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് KF ഡൊമിനിക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KS സുരേഷ്, PS മുഹമ്മദ്, മണി കാവുങ്ങൽ, PK റാസിഖ്, EK ഭരതൻ, KR രഘുനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ജാതിയുടെ പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇലത്താള കലാകാരനെ പുറത്താക്കിയ നടപടിയിൽ ദളിത് ലീഗ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാനും ഭരണസമിതിയും മാപ്പ് പറയണമെന്നും ദളിത് ലീഗ് ആവശ്യപ്പെട്ടു. ജാതി വിവേചനത്തിനെതിരെ നിരന്തരം പോരാടാനും ദളിതുകളുടെ അവകാശങ്ങളെ കാത്തു സംരക്ഷിക്കാനും ദളിത് ലീഗ് എന്നും മുൻപന്തിയിലുണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.